അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വിശ്വാസത്തിന്റെ പ്രസക്തി എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്നതിന്റെ മുമ്പ് വിശ്വാസം ശരിയാക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അമലു സ്വാലിഹാത്ത് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നതിന്റെ മുമ്പ് ആമനു നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് അള്ളാഹ് പറയുന്നത്. 6 വിശ്വാസ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം മനുഷ്യർക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഒരാൾ മാനവിക ധർമ്മബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യം മാത്രമേ പറയുകയുള്ളൂ. ഒരാൾ സോഷ്യലിസ്റ്റ് ആദർശം കാരണം മനുഷ്യമോചകനായിട്ട് മാറി. ഒരാൾ ആരോഗ്യ പ്രശ്നം പേടിച്ച് മദ്യം ഒഴിവാക്കി. ഒരാൾ എയ്ഡ്സിനെ പേടിച്ച് സദാചാരം അനുഷ്ഠിച്ചു. അപ്പം ഇതെല്ലാം ഇസ്ലാമിക വീക്ഷണത്തിൽ യഥാർത്ഥ നന്മയല്ല. യഥാർത്ഥ നന്മയാകണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് യഥാർത്ഥ സൽക്കർമ്മങ്ങൾ എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അന്ധന് കാഴ്ച കിട്ടി എന്നുള്ളത് ഇന്ന ദേവിയുടെ അത്ഭുതമാണ്, ഇന്ന ആളുടെ കറാമത്താണ് എന്നൊക്കെ പറയുന്ന ഈ ലോകത്ത് ഇസ്ലാമിക വിശ്വാസം പറയുന്നത് കോടിക്കണക്കിന് ശിശുക്കൾക്ക് ഗർഭാവസ്ഥയിൽ കോശവിഭജനം വഴി കണ്ണ് ഉണ്ടാക്കി കൊടുത്തവൻ ആരാണോ, കാഴ്ചശക്തി ഉണ്ടാക്കി കൊടുത്തവൻ ആരാണോ, അവനാണ് യഥാർത്ഥത്തിലുള്ള ദൈവം, അവനോട് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ 90-ാം അധ്യായം 8-9 വചനങ്ങളിലൂടെ അള്ളാഹ് പറയുന്നു, അലം നജഅൽ ലഹു ഐനൈൻ, അവന് മനുഷ്യന് നാം 2 കണ്ണുകളും 1 നാവും ഉണ്ടാക്കി കൊടുത്തില്ലേ, വലിസാനം വ ഷഫത്തൈൻ, 1 നാവും 2 ചുണ്ടുകളും നാം ഉണ്ടാക്കി കൊടുത്തില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. മനുഷ്യന് 2 കണ്ണുകളും 1 നാവും 2 ചുണ്ടുകളും ഉണ്ടാക്കി കൊടുത്തില്ലേ എന്നാണ്. ലക്ഷക്കണക്കിന് പോരാ കോടിക്കണക്കിന് മനുഷ്യർക്ക് കാഴ്ചശക്തി നൽകിയവനാരോ, കോടിക്കണക്കിന് മനുഷ്യർക്ക് കേൾവിശക്തി നൽകിയവനാരോ, അവനാണ് നമ്മുടെ ദൈവം, അവനാണ് നമ്മുടെ സൃഷ്ടാവ്, അവനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ളതാണ്. ഈ വിശ്വാസം വഴി ഉണ്ടാകുന്ന നിർഭയത്വം എന്ന് വേണമെങ്കിൽ ഈമാനെ പറയാം. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ തന്റെ സൃഷ്ടാവായ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന പൂർണ്ണ അർത്ഥത്തിലുള്ള സുരക്ഷിതത്വം, അതാണ് ഈമാൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇസ്ലാം എന്നത് സിൽമ് എന്നുള്ള അറബി പദധാതുവിൽ നിന്ന് ഉണ്ടായതാണ് എന്നുള്ളത്. സിൽമ് എന്നാൽ സമാധാനം അല്ലെങ്കിൽ സമർപ്പണം എന്നൊക്കെയാണ് അർത്ഥം. തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും സൃഷ്ടാവായ അള്ളാഹുവിൽ സമർപ്പിക്കുക വഴി ഉണ്ടാകുന്ന പൂർണ്ണ അർത്ഥത്തിലുള്ള സമാധാനം അല്ലെങ്കിൽ സുരക്ഷിതത്വമാണ് ഇസ്ലാം. പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളും മുസ്ലിമാണ് എന്ന് പറയാം. അതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവന് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. മനുഷ്യരിലെ ആന്തരാവയവങ്ങളടക്കം അള്ളാഹുവിൻ്റെ പൂർണ്ണമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ സൃഷ്ടാവായ നാഥനിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. മനുഷ്യരെ, അതുപോലെ നിങ്ങളും സ്വയം ബോധപൂർവം സൃഷ്ടാവായ തമ്പുരാന്റെ നിയമങ്ങളെ അനുസരിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് സമർപ്പിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഈമാൻ എന്നുള്ളത് എല്ലാം റബ്ബിൽ ഭരമേൽപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന സുരക്ഷിതത്വം ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഭയത്തിൽ നിന്ന് മോചനം നൽകുന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസം. ബഹുദൈവത്വം എന്നുള്ളത് ഭയത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. പല പ്രകൃതി പ്രതിഭാസങ്ങളെയും പേടിച്ചുകൊണ്ടാണ് ആദിമ മനുഷ്യനൊക്കെ അവയെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായത്. കടലിനെ പേടിച്ചുകൊണ്ട് കടലിനെ ആരാധിക്കുന്ന ഒരവസ്ഥ, അതേപോലെ തന്നെ നക്ഷത്രങ്ങളെയും സൂര്യനെയും ഒക്കെ പേടിച്ചുകൊണ്ട് അതിനെയൊക്കെ ആരാധിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് ബഹുദൈവത്തിന്റെ ബഹുദൈവം ഉടലെടുത്തത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ബഹുദൈവത്വം കാരണം മധ്യസ്ഥന്മാരുണ്ടാവുകയും ആ മധ്യസ്ഥന്മാർ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. ഭയത്തിൽ നിന്നും മോചനം നൽകുവാൻ അതുപോലെ മന്ത്രവാദി, അതുപോലെ പുരോഹിതന്മാർ എന്നിവയൊക്കെ സമീപിക്കുന്നു. അവർ ഈ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ ഏകദൈവ ആരാധനയിൽ പൂർണ്ണ അർത്ഥത്തിലുള്ള നിർഭയത്വമാണ്. എല്ലാം സൃഷ്ടാവായ റബ്ബിൽ സമർപ്പിക്കുക വഴി പൂർണ്ണ അർത്ഥത്തിലുള്ള സമാധാനമാണ് ഏകദൈവ ആരാധനയിൽ സംഭവിക്കുന്നത്. യാതൊരു രീതിയിലുള്ള മധ്യസ്ഥന്റെയും ആവശ്യമില്ല, വിഗ്രഹത്തിന്റെയോ പുരോഹിതന്മാരുടെയോ ആവശ്യമില്ല, അവരെ പേടിക്കേണ്ട ആവശ്യമില്ല, പൈസയുടെ ആവശ്യമില്ല. എല്ലാം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട്, എല്ലാം അള്ളാഹുവിൻ്റെ ഖലാ ഖദർ അനുസരിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഒരാളെയും ഭയക്കേണ്ട കാര്യമില്ല ഏകദൈവ ആരാധകന് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.